വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വടക്കാഞ്ചേരി സംഘത്തിൽ നിന്നും കാർഷിക വായ്പകൾ ഒഴികെ മറ്റു വായ്പകളായ സാധാരണ വായ്പ, ബിസിനസ് ലോൺ, ഗോൾഡ് ലോൺ, ഹൗസിംഗ് ലോൺ, MDS അഡ്വാൻസ് ലോൺ, വാഹന വായ്പ എന്നിങ്ങനെ എല്ലാത്തരം വായ്പകളും നൽകുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോൺടാക്ട് 048842344024. വടിവാളുമായി ഫ്ലക്സ് കെട്ടാനെത്തുന്ന ആദ്യ മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ എന്ന് പരിഹസിച്ച് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. ചേലക്കര BJP ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPIM വടിവാൾ പാർട്ടിയും വടിവാൾ മന്ത്രിയുമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം മന്ത്രി രാധാകൃഷ്ണൻ്റെ പ്രചരണ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള മാരകായുധം പിച്ചാത്തി തിളക്കം പോലെ വാളിൻ്റെ തിളക്കമാണ് രാധാകൃഷ്ണൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ, അഥവാ രാധാകൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നിൽ. തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ മാരകായുധം ഉപയോഗിക്കുന്ന അക്രമിയായി രാധാകൃഷ്ണൻ മാറി എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു പുണ്യാളനായിട്ട് അറിയപ്പെടുന്ന ആളാണ് കെ രാധാകൃഷ്ണൻ. ഡോക്ടർ TN സരസു പിടിക്കുന്ന ഓരോ വോട്ടും രാധാകൃഷ്ണൻ്റേതാണ് എന്ന് വ്യക്തമായി ബോധ്യമുള്ളതുകൊണ്ടാവാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കിരാതമായ കശ്മലമായ പ്രവൃത്തിയിൽ മനംനൊന്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥിയാണ് TN സരസു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയുധം അലങ്കാരമാണ്. ആയുധം കൊണ്ടാണ് അവർ വിജയം നേടുന്നത്, ആയുധം കൊണ്ടാണ് അവർ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്, ആയുധം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. വടിവാളിൽ ഫ്ലെക്സ് കെട്ടുന്ന ആദ്യത്തെ മന്ത്രി രാധാകൃഷ്ണനായിരിക്കും. വടിവാൾ കൊണ്ട് ഫ്ലെക്സ് കെട്ടുന്ന ആദ്യത്തെ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയായിരിക്കും. വടിവാൾ കൊണ്ട് പ്രചരണം നടത്തുന്ന പാർട്ടിയും മന്ത്രിയും കെ രാധാകൃഷ്ണനാണ്. അതുകൊണ്ട് കെ രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയണം. കെ രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയാതെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ BJP അനുവദിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി നിയമപരമായി ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചേലക്കര പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്.